ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മളിന്നൊരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. താമര വിത്ത് പായസം, മഖാന ഖീർ എന്നൊക്കെ പറയും. ഇത് വാട്ടർ ലില്ലിയുടെ സീഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ സ്വാദിഷ്ടമായ പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 100 ഗ്രാം മഖാനയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 100 ഗ്രാം ഉണ്ടിത്. അപ്പോൾ ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. ഇതിൻ്റെ ഒരു കറക്റ്റ് ഇത് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഒന്ന് പൊടിച്ച് നോക്കുക. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകമാണ്. അപ്പോൾ നമുക്ക് ഗ്യാസിൽ നിന്ന് ഇത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇതൊന്ന് ഫ്രൈ കറക്റ്റ് അതിൻ്റെ ആ ഒരു അളവായിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ട ഇതേപോലെ പൊടിഞ്ഞ് കിട്ടണം. ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 1/2 കപ്പ് മഖാന എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിലേക്കൊരു 10 ബദാമും കൂടെ, ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബദാമാണ്, അതും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ച് പൗഡർ ആക്കിയിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ കടായിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 20 കാഷ്യൂനട്ടും 20 ഉണക്കമുന്തിരിങ്ങയും കൂടെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതുകൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ നിറം മാറി ഉണക്കമുന്തിരിങ്ങയൊക്കെ നല്ല വീർത്ത് വരുമ്പോൾ നമുക്കിത് അതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ആ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 100 ഗ്രാം മഖാനയ്ക്ക് നമ്മൾ 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഫുൾ ഫാറ്റ് മിൽക്കാണ് 1 ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 1/4 കപ്പൊക്കെ പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു മീഡിയം മധുരമായിരിക്കും. നമുക്ക് സാധാരണ വലിയ മധുരം കാണില്ല, ഒരു മീഡിയം മധുരമായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മഖാന, നമ്മളൊരു 1/2 കപ്പ് മഖാനയും അതേപോലെ ബദാമും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പായസം റെഡിയാക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ തന്നെ ഞാൻ ചവ്വരി, ഒരു 1/2 കപ്പ് ചവ്വരി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അത് നന്നായിട്ട് കഴുകി ഞാൻ അതൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഈ സമയം നമുക്ക് ചവ്വരി, വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയാണ് കേട്ടോ, അത് ട്രാൻസ്പെറൻ്റ് ഒരു കളറാകുമ്പോൾ മാറ്റാം. ആ ഒരു സ്റ്റേജിൽ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചവ്വരിയും കൂടി ഇടുമ്പോൾ പായസത്തിന് അത്യാവശ്യം നല്ലൊരു കൊഴുപ്പ് കിട്ടും. അല്ലാതെ ഈ താമര വിത്ത് മാത്രം ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പായസം അധികം തിക്നെസ് കാണത്തില്ല. കുറച്ചൊരു കൊഴുപ്പോട് കൂടി കഴിക്കുന്നതായിരിക്കും പായസത്തിന് ടേസ്റ്റ്. അപ്പം ചവ്വരിയും അതേപോലെ കുറച്ച് ഒരു 1/2 കപ്പ് നമ്മൾ മഖാന പൊടിച്ചൂടെ ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ഓപ്ഷണലാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കയ്യിലില്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഈ സമയം ബാക്കി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന താമര വിത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് ഈ താമര വിത്ത് നമ്മളല്ലാതെ കഴിക്കുമ്പോൾ തോന്നില്ല. പക്ഷേ ഇതേപോലെ നമ്മൾ പായസമൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവർ പായസമൊക്കെ ആയതുകൊണ്ട് ധാരാളം കഴിച്ചോളും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മളിങ്ങനെ തുടരെ ഇങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പാലൊക്കെ ഒന്ന് കുറുകി വരണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ഞാനൊരു 7 ഏലക്ക, അതിൻ്റെ കുരു മാത്രമേ ഉള്ളൂ, അത് ചതച്ചതാണ് കേട്ടോ, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ്. ഞാൻ ഇതിൽ കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇല്ലെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കാം. ഞാൻ ഇതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കൊരു നല്ലൊരു കളറ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു നുള്ള് കുങ്കുമപ്പൂ എടുത്തിട്ട് ഇതിൽ നിന്നും കുറച്ച് പാലെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ആപ്പിൾ വൈറ്റ് കളറ് കിട്ടും ഈ പായസത്തിന്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ ഒരു ഫ്ലേവറും കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ തന്നെ മതിയാവും. ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കുങ്കുമപ്പൂ കയ്യിലുള്ളവർ ചേർത്താൽ മതി. എന്നിട്ട് ഇത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കുക. അപ്പോൾ നമ്മുടെ ഈ പായസത്തിന് ഒരു ആപ്പിൾ വൈറ്റ് കളറ് കിട്ടുകയും ചെയ്യും. നല്ലൊരു പ്രത്യേക ഫ്ലേവർ കൂടാണ്.
ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡിയാണ്. ഇനി നന്നായിട്ട് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചൂടോടുകൂടി കഴിക്കാനും നല്ലതാണ്, തണുത്തതിന് ശേഷം കഴിക്കാനും നല്ലതാണ്. അതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്പെഷ്യൽ പായസം ഉണ്ടാക്കാൻ കാര്യം, ഇന്നെൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അതേപോലെ എൻ്റെ ഇളയ മോടെ നക്ഷത്ര ജന്മ ദിവസം കൂടാണ്. അപ്പോൾ നോക്കിക്കേ, നല്ല കൊഴുത്ത പായസമാണ് കേട്ടോ. നല്ല കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇടയ്ക്ക് ഈ മഖാനയും അതേപോലെ ചവ്വൂരിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ ഓൺലൈൻ ഇതിലും ഇത് കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.